അപ്പൊ ഹലോ ഗൈസ്, നമ്മൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവാണ്. വേറെ എങ്ങോട്ടും അല്ല, കോഴിക്കോടേക്കാണ്. രാവിലെ തന്നെ നല്ല വെയിലാണ്. എന്തായാലും വീടിന്റെ അടുത്തു നിന്നുള്ള ബസ്സും കയറി നേരെ ഈങ്ങാപ്പുഴ വന്നിറങ്ങി. കുറച്ചധികം നേരം കാത്തുക്കേണ്ടി വന്നെങ്കിലും നമുക്കൊരു ബസ് കിട്ടി അവസാനം. അതിൽ പറഞ്ഞു വെച്ച പോലെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. രാവിലെ സമയമായതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ കോഴിക്കോട് വന്നിറങ്ങി. അവിടുന്ന് പിന്നെ നേരെ ഒരു ഓട്ടോയും പിടിച്ച് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോയി. സമയം 9:30 കഴിഞ്ഞിരുന്നു. നമ്മൾ വിചാരിച്ചതിലും കുറച്ച് ലേറ്റ് ആയി പോയി എത്തിയപ്പോ. ഇന്നെന്റെ കാല് കാണിക്കേണ്ട ദിവസമാണ്. അങ്ങനെ നേരെ കൗണ്ടറിൽ പോയി ഒരു ചീട്ടും എടുത്തിട്ട് നമ്മൾ നേരെ പ്ലാസ്റ്റിക് സർജറി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി. ഇതിപ്പോ എന്റെ ജീവിതത്തിൽ ഒരു സ്ഥിരം റൊട്ടീൻ പോലെയാണ് ഇപ്പോ. കാരണം ഇപ്പൊ 2 കൊല്ലത്തിന് മേലെയായി ഓൾമോസ്റ്റ് എല്ലാ മാസവും ഞാൻ ഇവിടെ വരാറുണ്ട്. എന്റെ ഡോക്ടർ ഇവിടുത്തെ ചീഫ് ഡോക്ടർ കൃഷ്ണകുമാർ സാറാണ്. അങ്ങനെ കുറച്ചു നേരം കാത്തുന്നപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് ഡോക്ടറിനെ പെട്ടെന്ന് തന്നെ കാണിച്ച് ഞാൻ പുറത്തിറങ്ങി. ഇതാണ് എന്റെ കാലിന്റെ ഒരു വശത്തെ അവസ്ഥ. കാലിന്റെ അടി ഇപ്പോഴും കാണിച്ചു തരാൻ പറ്റില്ല, അത് വലിയൊരു മുണ്ടാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. അവിടുന്ന് ഇറങ്ങുമ്പോൾ നേരെ വീട്ടിൽ പോകാനുള്ള ഒറ്റ പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓട്ടോയിൽ കയറിയപ്പോൾ ആ പ്ലാൻ അങ്ങ് മാറ്റി. വേറെ ഒന്നുമല്ല, ഒന്ന് ബീച്ചിൽ പോകാന്ന് വിചാരിച്ചു. സാധാരണ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ പോകാറില്ല, പക്ഷെ ഇന്നെന്തോ പോകണം തോന്നി. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പൊ എന്തായാലും ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ഗൈസ്.